Okay, so Chesna and Jamshila are here. So what we will do is we will start the class now. And any join channel join chat so we can accommodate them also. And in the meanwhile, I'm also recording the class. Apo idu miss agunavarku our recorded session available. Okay, so in we will discuss the concept of self-introduction. The self-introduction വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഏതൊരു ഇന്റർവ്യൂവിനും വളരെ കാതലായ ഒരു സാധനമാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ മനസ്സിലിരിക്കുന്ന എന്താണ്? നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂ എപ്പോഴും ഒരു ഇന്റർവ്യൂവർ ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു ധാരണയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കയ്യിൽ അവിടെ യാതൊരു കൺട്രോളും ഇല്ല എന്നുള്ളത്. ബട്ട് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കാരണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഏകദേശം നമ്മുടെ ബയോഡേറ്റയ്ക്ക് സമാനമായ കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ബേസ് ചെയ്ത് അവർ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ തന്നെ നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇപ്പൊ എടുത്ത പല സിറ്റുവേഷൻസിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലേ. നമ്മളൊരു പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമ്മളൊരു പുതിയ കോളേജ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വി വിൽ ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ്. ജോലിക്ക് പോയാല് വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ്. അങ്ങനെ പല സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു വ്യക്തിനെ അടുത്തും ചിലപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഓരോ സാഹചര്യത്തിലും നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ ഓൾറെഡി അവിടെ സെലക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനും ഒരു മറുപടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് തന്നെ വേണം നമ്മൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് ഉള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുന്നതിനാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വിൽ ബി ഓൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രം എൻ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂ. ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവില് അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ പ്രാധാന്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഇത് ചിലപ്പം ആദ്യത്തെ ചോദ്യമായിരിക്കാം. ആദ്യത്തെ ചോദ്യം, ഓക്കെ, ടെൽ മീ ഓൾ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കാം ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് എന്ന വാക്ക് പോലും ഉപയോഗിക്കാതെ ആയിരിക്കും അവർ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മളടുത്ത് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് പറയുന്നത്. അപ്പം പ്രധാനമായിട്ട് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഇസ് ടു നോ മോർ അബൌട്ട് യു. അതിനകത്ത് പേഴ്സണലിയും വരാം, ആൻഡ് നമ്മുടെ ആ ഒരു ജനറൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് സ്കിൽസ് ആണുള്ളത് എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓൾസോ സെറ്റ്സ് ദ സീൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ബാക്കി ചില ക്വസ്റ്റ്യൻസ് അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനെയാണ്. അത് അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഒരു വ്യക്തിയുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇംപ്രഷൻ അതൊരു വളരെ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ തന്നെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതോടൊപ്പം തന്നെ ഇതും പറയുന്നുണ്ട്, ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഏറ്റവും നല്ലത്, ഓക്കെ, പക്ഷെ അതായിരിക്കില്ല ആ ഒരു വ്യക്തിയുടെ മനസ്സിലിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വിട്ടുപോകുമ്പം അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇംപ്രഷൻ, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നൗ
ഇറ്റ് മേ നോട്ട് ഓൾവേസ് ബി ട്രൂ അൺടിൽ വൺ ഇസ് പ്രിപ്പയർഡ് ടു ടോക്ക് എന്നാണ് ഞാനിവിടെ ഈ പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് സത്യമായി വരണമെങ്കിൽ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നേ കൂട്ടി തയ്യാറെടുക്കണം. ഇപ്പൊ നമുക്കറിയാം കോൺ ബനേഗ കരോർപതി എന്ന പ്രോഗ്രാം എന്താ പറയേണ്ടത്, ഷാറുഖ് ഖാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ അമിതാഭ് ബച്ചനും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകേഷ് അദ്ദേഹത്തിന് സമാനമായ ഒരു പ്രോഗ്രാം കേരളത്തിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ആക്ടിങ് സ്കിൽസിലല്ല അത് അവരവിടെ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു ഹോസ്റ്റിംഗ് സ്കില്ലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് അധികം അതിന്റെ പിന്നിൽ അവര് പ്രാക്ടീസ് ചെയ്ത് എഴുതി തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ അവിടെ ചോദിക്കാനും അവർക്ക് പറയാനുമായിട്ട് കഴിയുന്നത്. അപ്പൊ അതിന് അവര് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാം. നമ്മളിപ്പം എന്താ പറയണ്ട, ചില കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ഹെഡ് മിസ്ട്രസ് അവരൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും അവര് വളരെ നന്നായിട്ട് സംസാരിച്ച് എനിക്കെന്താ അങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അവരൊക്കെ അങ്ങനെ കഴിയുന്ന എന്തുകൊണ്ടാണ്? ആ ഒരു ഇവന്റിന് മുന്നേ അവര് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും ഒരു ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ അവർ അസംബ്ലി സമയത്ത് സംസാരിച്ച് അവർക്ക് അത് തന്നെ ഒരു പ്രാക്ടീസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏത് കാര്യം ആദ്യം പറയണം, അത് എങ്ങനെ പറയണം, അടുത്തത് എന്ത് പറയണം, ഇതെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിൽ തീരുമാനിച്ച് തന്നെ പോകണം. ബിക്കോസ് പ്രാക്ടീസ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ മനസ്സിൽ വിചാരിക്കുക, ഇല്ല ഞാൻ ആ ഇന്റർവ്യൂ സമയത്ത് അവർ ചോദിക്കുന്ന അനുസരിച്ച് ഞാനങ്ങ് ഉത്തരം കൊടുക്കും. ആ ഉത്തരം വരുത്തില്ല നമുക്ക് ആ സമയത്ത്. ഒന്ന് ഓൾറെഡി ഇച്ചിരി ഒരു ടെൻഷനും ഒരു ഭയവും ഒരു പേടിയൊക്കെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് വരണം എന്ന് നിർബന്ധമില്ല. സോ അത് എഴുതണം. ഞാനിപ്പോ പറഞ്ഞു തരാം എന്ത് നമുക്ക് ഉൾപ്പെടുത്താം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സാമ്പിൾസ് തരാം. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഉൾപ്പെടുത്തി ആ ഒരു പ്രിപ്പയർ ചെയ്യാം. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്ന, ഒരു കാരണവശാലും കാണാതെ പഠിച്ചു വെക്കരുത്. കാണാതെ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണ്? നമ്മൾ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ ബാക്കിയുള്ളതും നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കാതെ, കാരണം നമ്മൾ നമ്മളെ കുറിച്ച് പറയല്ലേ, നമ്മൾ ആരെങ്കിലും എഴുതിയ ഒരു തിയറിയെ കുറിച്ചല്ലല്ലോ നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമ്മളെ കുറിച്ച് ആയതുകൊണ്ട് വി നോ. പക്ഷെ അവിടെയും നമ്മൾ തീരുമാനിക്കണം എന്താണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത്. ഓക്കെ. അപ്പോ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എത്തുന്നത് അതിനു മുന്നേ നമുക്കൊരു സംഗതിയുണ്ട്, അതായത് ഗ്രീറ്റിംഗ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ നടക്കുന്ന റൂമിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം അവിടെ അവരുടെ ഡോറിൽ ഒന്ന് നോക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കയറി ചെന്ന് എന്താ പറയേണ്ടത്, അവിടെ ചെന്ന് ചാടി കയറി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്ന് ഒന്ന് വെയിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അവരിയ്ക്കാനായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോ ആ ഒരു സമയം അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ഗ്രീറ്റിംഗ് നടക്കുന്നത്. ഇപ്പൊ ഗ്രീറ്റിംഗ് നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നത്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ എന്ന് നമ്മൾ അവിടെ പറയുന്നു. അപ്പൊ അവരെ തിരിച്ച് നമ്മളടുത്ത് അതിലാരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഗുഡ് മോർണിംഗ്, ഹാവ് എ സീറ്റ്, അല്ലെങ്കിൽ ഇരിക്കൂ എന്ന് അവർ പറയും. ഓക്കെ. ഗുഡ് മോർണിംഗ് പറയാം, നിങ്ങൾക്ക് നമസ്കാരവും പറയാം. എന്താണ് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നോ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് യോജിച്ചത് എന്താണോ അത് തീർച്ചയായിട്ടും. നമ്മുടെ കൾച്ചർ എന്ന് ഞാൻ പറയുമ്പോൾ മലയാളിയുടെ കൾച്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂസ് ഒന്നും ഇംഗ്ലീഷിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂസ് അല്ല, എല്ലാം മലയാളത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂസ് ആണ്. അപ്പൊ ഈ സമയത്ത് അവർ ചിലപ്പം നമ്മളെ നമ്മുടെ പേരിട്ട് വിളിക്കും. അവർ പറയും, ജസ്ന, ജസ്നയല്ലേ, ഇരുന്നോളൂ എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല്, നമ്മുടെ പേര് അവർ ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പേര് അവർക്ക് അറിയാം. അപ്പൊ നമ്മൾ അവരെ അങ്ങോട്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവർ ഓൾറെഡി നമ്മുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ എന്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് അതൊരു സ്വല്പം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പക്ഷേ നമുക്ക് അവിടെ തോന്നും. അപ്പൊ ഈ ഗ്രീറ്റിംഗ് ഇത്രയാണ്. ഓക്കെ. അവിടെ വേണമെങ്കിൽ പറയാം, ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ, മൈ നെയിം ഇസ് ജസ്ന, എന്റെ പേര് ജസ്ന എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തുക. എന്നിട്ട് അവർ ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ അവിടെ ഇരിക്കുക. ഇരുന്ന് യു ക്യാൻ സേ യുനോ താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ടൈം ടു മീറ്റ് വിത്ത് മീ ടുഡേ, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂവിന് അവസരം ഒരുക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ അത് പറയണം. ഇറ്റ്സ് ഓപ്ഷണൽ. ഓക്കെ, പറയണമെങ്കിൽ നമുക്കത് ഒന്ന് പറയാം എന്നുള്ളത്. ഓൾവേസ് റിമെമ്പർ, നമ്മുടെ
ഇപ്പം ഈ ഈ എന്താ പറയേണ്ടത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്താ പറയേണ്ടത് പോസ്റ്റിംഗ് വരണമെന്നില്ല. ഇനി പോസ്റ്റിംഗ് വരുന്നത് ഈ ഇന്റർവ്യൂവിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇവിടെ നമ്മുടെ ഒരു ചാൻസ് ആണ് മറ്റ് വ്യക്തികളെക്കാളും നല്ലതുപോലെ പെർഫോം ചെയ്ത് നമുക്ക് മാർക്ക് റിട്ടൺ ടെസ്റ്റിൽ ഇച്ചിരി കുറഞ്ഞു പോയെങ്കിലും ഇതിനകത്ത് ഒരു മാർക്കിന്റെ ഡിഫറൻസ് മറ്റു വ്യക്തിയായിട്ട് വരികയാണെങ്കിൽ റാങ്ക് കൺസിഡറബിൾ ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് നമ്മൾ ഇതിനകത്ത് ഇനി ഇപ്പൊ നോക്കുന്നത്. സോ എന്താ, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. അപ്പൊ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ICDS സൂപ്പർവൈസറിന്റെ പോസ്റ്റിന് പോകുന്നതാണെങ്കിലും ഡയറ്റീഷ്യന് പോകുന്നതാണെങ്കിലും യു ആർ ഓൾ പ്രൊഫഷണൽസ്. അപ്പൊ നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പറയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒത്തിരി അധികം അവിടെ കൊടുക്കണം എന്നില്ല. സാധാരണഗതിയിൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇല്ല കുട്ടികൾ പറയുന്നത് പോലെ നമ്മൾ പറയും, എന്റെ അച്ഛൻ അത് ചെയ്യുന്നു, എന്റെ അമ്മ ഇതാണ്, എനിക്കൊരു ബ്രദർ ഉണ്ട്, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എന്റെ വീട് ഇവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് അധികം പേഴ്സണൽ ഡീറ്റെയിൽസ് അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പൊ ഇവിടെ ഒത്തിരി അധികം പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അവർ ചോദിക്കാതെ തന്നെ ചില പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ, 1-2 വർഷത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെ പ്രവർത്തിച്ചു വരുന്നു, ഇന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഇന്ന സെന്ററിലോ എവിടെയാന്ന് വെച്ചാൽ അത് പറയാം. ഇനി അതല്ല, നിങ്ങൾ സോഷ്യൽ വർക്ക്, സൈക്കോളജി അതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ജോലി ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം, എനിക്ക് ഇത്ര നാള് ഇന്ന ജോലി ചെയ്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെന്റ്സിൽ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് അതായത് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ ആ ജോലിയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, ആ ഒരു അച്ചീവ്മെന്റ്സ് നമ്മൾ വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഒരു കാര്യവും കൂടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യത്യസ്തമായി ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ വ്യത്യസ്തമായി ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹേർഡിലാണത്, ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു സംഗതിയാണ്. ആ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു സംഗതിയെ നമ്മൾ ആ ഒരു ഘട്ടത്തെ എങ്ങനെ നമ്മൾ തരണം ചെയ്തു, നമ്മുടെ പേഴ്സണൽ ലൈഫിലല്ല, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 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 എക്സാമ്പിൾ ഇത് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിവിൽ എഞ്ചിനീയറുടെ ഇതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്കുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ തരാം. അപ്പൊ ഈ വ്യക്തിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്നത്, എനിക്ക് 10 വർഷമായിട്ട് ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഒരുപാട് അധികം പ്രോജക്റ്റിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും. ആൻഡ് കോഴിക്കോട് ഒരു പുതിയ ബ്രിഡ്ജിന്റെ പണിയിൽ ഞാൻ അവിടെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു. ആൻഡ് അവസാനമായിട്ട് ഞാൻ വർക്ക് ചെയ്ത പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിംഗ് മാളിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. ഇനി ഒരുപാടധികം കൺസ്ട്രക്ഷൻ, വീടുകളുടെ വില്ലാസിന്റെ ഒക്കെ കൺസ്ട്രക്ഷന്റെ മേൽനോട്ടവും ഞാൻ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മേൽനോട്ടം മാത്രമല്ല, ഒരുപക്ഷെ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുമായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇനി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ നാട് എവിടെയാണെന്നോ, സ്ഥലം എവിടെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, അല്ലെ ഞാൻ കോഴിക്കോട് നിന്നാണ്, അല്ല ഞാൻ എന്റെ പേര് സെബാസ്റ്റ്യൻ, കോഴിക്കോടാണ് എന്റെ സ്ഥലം, ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്ത് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞു തുടങ്ങാം. ഇനി നിങ്ങൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, കാരണം ഈ 2 തസ്തികയ്ക്കും എക്സ്പീരിയൻസ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണിത്. അപ്പൊ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്വാളിഫയിങ് ഡിഗ്രിയും ആ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോ എന്താ, ഇവിടെ ഇപ്പം ജസ്റ്റ് പാസ്സായ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ഗവൺമെന്റ് എന്താ പറയുക, ട്രിവാൻഡ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 2020 എന്റെ എഞ്ചിനീയറിംഗ് ഞാൻ പൂർത്തിയാക്കി. എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓവറോൾ 70% ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഒന്നുമില്ല. ആൻഡ്
കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാടധികം കൾച്ചറൽ ആക്ടിവിറ്റീസിലും സ്പോർട്സ് ഇവന്റിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കോളേജിലായിരുന്ന സമയത്ത് NCC പോലെയുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ഇവിടെ പറയാം. എപ്പോഴും ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഇന്റർവ്യൂവിന് നമ്മുടെ കോളേജ് ലൈഫിലെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഇന്റർവ്യൂവർക്ക് അത് എങ്ങനെ അത് ജോലിയിലേക്ക് നമ്മൾ അത് മാറ്റിക്കൊണ്ട് വരാൻ സാധിക്കും, അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഞാനിപ്പം ഒരു ഒരു എന്താ പറയണ്ട ഒരു ഡാൻസ് പ്രോഗ്രാം ഞാൻ കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തിരുന്നു, ഒരു കൾച്ചറൽ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സ് ഡേയുടെ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ഒരു അംഗമായിരുന്നു ഞാൻ. അപ്പൊ അതിനകത്ത് 2000-3000 ആൾക്കാർ പഠിക്കുന്ന ആ ഒരു കോളേജില് 4, 5, 2, 3 പേരൊക്കെ ആയിരിക്കും അവർ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ലീഡർഷിപ്പ് സ്കില്ലാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയാം. അപ്പൊ ഫാമിലിയെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. നമുക്ക് വേണമെങ്കിൽ പറയാം, 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ മൂത്തതെങ്കിൽ മൂത്തത്, രണ്ടാമത്തെയെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് അത് വളരെ മിനിമം ഇൻഫർമേഷൻ ഫാമിലിയെ കുറിച്ചുള്ളത് അവിടെ പറഞ്ഞാൽ മതി. ഇനി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്റേൺഷിപ്പ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയണം. സി, ഒരു 40 മുതൽ 60 സെക്കൻഡ് മതി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് വലിച്ചു നീട്ടി നമ്മൾ മിനിറ്റുകളോളം സംസാരിക്കുകയൊന്നും വേണ്ട. ഒരു 40 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ, പരമാവധി ഒരു 60 സെക്കൻഡ് അത്രേ വേണ്ടൂ നമുക്ക് ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട്. റൈറ്റ്. ഇനി വളരെ രസകരമായ ഒരു രീതിയുണ്ട് PSA സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങള്, നമ്മൾ നമ്മുടെ ബയോഡേറ്റയിൽ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങള്, ഇതിനെയൊക്കെ എടുത്തു വെച്ചിട്ട് അവര് ക്രോസ് വിസ്താരം നടത്തും. ക്രോസ് വിസ്താരം എന്ന വാക്ക് ഞാൻ അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളു. പക്ഷെ അതിനെയൊക്കെ ബേസ് ചെയ്ത് അവർ ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു പൊതു അറിവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇപ്പം ഇതാണ് ആ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷന് ശേഷം നെയിം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് നെയിംസ് എന്തൊക്കെയാ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ പേര് ഉപയോഗിക്കും, നമ്മുടെ സ്ഥലത്തിന്റെ പേര്, നമ്മുടെ വീട് എവിടെയാണ് ആ ഒരു പേര് നമ്മൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരുപക്ഷെ അവർ ചോദിക്കും, നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഏത് വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ളത്. അവർക്ക് എന്താ പറയേണ്ടത്? ഇത് ശരിയോ തെറ്റോ എന്നുള്ളതനുസരിച്ച് മാർക്കിടാനല്ല, നമ്മൾ എങ്ങനെ അതിനൊരു ഉത്തരം കൊടുക്കുന്നു എന്നുള്ളതാ. എന്റെ പേരിനൊരു അർത്ഥം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഒരു ഉചിതമായ ഉത്തരം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇനി ചിന്തിക്കണം, നിങ്ങളുടെ പേരിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ എന്നുള്ളത്. ഇനി ചിലപ്പോൾ അവർക്ക് ചോദിക്കാം, എന്താ പറയേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു പേര് തന്നെയാണോ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്? അപ്പൊ ചിലപ്പം ഒരു മുത്തശ്ശന്റെ, മുത്തശ്ശിയുടെ, മുതുമുത്തശ്ശിയുടെ ഒക്കെ പേരുകള് കുട്ടികൾക്ക് ഇടുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഫാമിലി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേര് ആണോ അത്? അല്ല, അങ്ങനെ ആർക്കെങ്കിലും ഈ പേര് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏതെങ്കിലും ഫിഗേഴ്സ് ഉണ്ടോ എന്നൊക്കെയുള്ളത് അവർക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. ഇനി നമ്മുടെ പേരിന് എന്തെങ്കിലും ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു റിലിജിയസ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നുള്ളതും അവർക്ക് ചോദിക്കാം. കൾച്ചറായിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, റിലിജനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാധാന്യം, എന്തെങ്കിലും ഒരു സമാനത അതിനുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാം. പക്ഷെ മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഇനി പ്ലേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ പറയുന്നല്ലോ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് എന്റെ വീട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ നെയിം ഓഫ് യുവർ പ്ലേസ്? നേരത്തെ നമ്മൾ നമ്മുടെ പേര് ചോദിച്ച അതേപോലെ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ അതിന്റെ ഒറിജിൻ എന്താണ് എന്നുള്ളത് അവരോട് ചോദിക്കാം. പണ്ടൊരിക്കെ നമ്മുടെ നാട്ടില് ഈ മൈൽ കുറ്റിയെ അടിസ്ഥാനപ്പെടുത്തി, ഇപ്പോഴ് ആണല്ലോ നമ്മളെല്ലാം കിലോമീറ്റർ ഉപയോഗിക്കുന്നത്.
അപ്പോ നമ്മൾ റോഡിൽ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കിലോമീറ്റർ ശരിക്കും ഒരു പ്രചാരത്തിൽ വരുന്നതിന് മുന്നേ നമ്മൾ മൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ആ സമയത്ത് മൈലായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കൊല്ലം നിന്ന് ചെങ്കോട്ട പോകുന്ന റൂട്ടിൽ നോക്കിയാല് ഒരുപാട് മയിൽ കുറ്റികൾ ഇപ്പോഴും ആ ഒരു റൂട്ടിൽ നിൽപ്പുണ്ട്. അപ്പം അത് വലിയ ആർച്ച് പോലെ ഇരിക്കുന്ന ഒരു പാറയാണ്, റോഡിന്റെ സൈഡിൽ കാണും. അപ്പൊ അതിനകത്ത് 8 7 11 ഒക്കെ ഉള്ളത് കാണാം. അപ്പൊ ഇനി നമുക്കറിയാലോ, ഇനി ഇത്ര കിലോമീറ്റർ ഓടുമ്പം ആ ഒരു സ്ഥലം എത്തും എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇനി ഇത്ര മൈൽ പോകുമ്പം ആ ഒരു സ്ഥലം എത്തും എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് സ്ഥലങ്ങൾക്ക് ഈ മൈലിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പേര് വന്നിട്ടുണ്ട്. അപ്പോ 2-ാം മൈൽ, 5-ാം മൈൽ, ഓക്കെ. ഈ മയിൽ കുറ്റി എന്നിതിനെ വിളിക്കുന്നത് കുറ്റി കുറ്റി മയിൽ കുറ്റി. അപ്പോ 2-ാം കുറ്റി, 5-ാം കുറ്റി, അങ്ങനെയും ഈ സ്ഥലങ്ങൾക്ക് പേരുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു കഥയുണ്ടോ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരിന്റെ പിന്നിൽ എന്നവർക്ക് ചോദിക്കാം. അറിയാം, ഐ മീൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കഥയുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നമ്മുടെ ആ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണോ എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, നിങ്ങളുടെ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? അല്ലെങ്കിൽ ആരാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി? അപ്പൊ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, കായികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ 1-2 പേരുടെ പേര് ഒന്ന് ഓർത്ത് മനസ്സിൽ വെച്ചോളുക. ഇനി നിങ്ങൾ ഏത് ലോക്സഭ അല്ലെങ്കിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥലം ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നു എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നിങ്ങളുടെ സ്ഥലത്ത് പ്രധാനപ്പെട്ട കൃഷി എന്തൊക്കെയാണ്? ഇപ്പം കേരളത്തില് നമുക്കറിയാം പൊതുവെ ഒരു കൃഷിയുടെ സ്വഭാവമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളില് ഇപ്പൊ കുട്ടനാടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെൽകൃഷി ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്നത് അവിടെ തന്നെ, വേറെ എവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാലക്കാടും കുറച്ച് നെൽകൃഷിയൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഇൻഡസ്ട്രീസ്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ടൂറിസ്റ്റ് സ്പോട്ട്, അപ്പൊ വളരെ അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേരളത്തില് ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അത് പറയാം. ഇപ്പം എന്താ പറയണ്ടത്, നിങ്ങൾ ആ ഒരു ആയൂർ അഞ്ചൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പറയാം, എന്താ പറയണ്ട, ജഡായു പാറയെ കുറിച്ച്. അതിന് വളരെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും അതിനുണ്ട്. ഇപ്പം എന്താ പറയേണ്ടത്, രാവണൻ സീതയെ കട്ടുകൊണ്ട് ശ്രീലങ്കയിലോട്ട് പോകുന്ന വഴിക്ക് ജഡായു എന്ന് പറയുന്ന ആ ഒരു പക്ഷി വിമാനത്തിനെ തടഞ്ഞു, രാവണന്റെ വിമാനത്തിനെ തടഞ്ഞു. അപ്പോ രാവണൻ വാളെടുത്ത് വെട്ടി എന്നാണ് പറയുന്ന ആ ഒരു പക്ഷിയെ. അപ്പോ അത് ചിറകൊടിഞ്ഞ് വീണ സ്ഥലമാണ് ഈ ജഡായു പാറ എന്ന് പറയുന്നത്. അത് വലിയ കുന്നിന്റെ മുകളിലിരിക്കുന്ന ഒരു പാറ. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സ്ഥലമായി മാറി. ഇപ്പൊ നമുക്ക് അവിടെ പോകാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അത്രയ്ക്ക് തിരക്കും ആളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പൊ അങ്ങനെയുള്ളത്. ഇനി കൊല്ലം ജില്ലയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പറയാം. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് ആകാം, അല്ലെങ്കിൽ നല്ല ഒരു പാർക്ക് ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു 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 ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയ, അങ്ങനെ. ഇനി ഹിസ്റ്റോറിക്കലി പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സൈറ്റ് നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. ഈ ഹിസ്റ്റോറിക്കലി പ്രധാനപ്പെട്ട സ്ഥലങ്ങള് നമ്മളൊക്കെ താമസിക്കുന്നതിന്റെ ചുറ്റാകെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല, അതിനെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഫാമിലി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. ഇപ്പൊ ഫാമിലി ബേസ്ഡ്, ഇപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സമയത്ത് നമ്മുടെ ഫാമിലിയെ കുറിച്ച് ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ഇങ്ങോട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചോദിക്കാം. നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, എത്ര സഹോദരങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് ചോദിക്കാവുന്ന ആ ഒരു ചോദ്യം കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഗവൺമെന്റ് സർവീസിലുണ്ടോ എന്നുള്ളത് ചോദിക്കാം. ഇനി
നിങ്ങളാണോ നിങ്ങളുടെ കുടുംബത്തെ ആദ്യത്തെ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഡയറ്റീഷ്യൻ നിങ്ങളാണോ എന്നുള്ളതുമൊക്കെ അവർ നമ്മളോട് ചോദിക്കാം. ഇനി നിങ്ങൾ ഈ ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് ഈ ഒരു തൊഴിലിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ നാലാമത്തെ നോക്കിയത്. അവർ ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി വേണം? അപ്പൊ ഒരു കാരണവശാലും അവിടെ നമ്മൾ അത് എന്താ പറയണ്ടത്, സർക്കാർ ജോലിക്ക് സ്ഥിരതയുണ്ട്, ശമ്പളമുണ്ട്, എന്താ പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ അവിടെ പറയേണ്ടത്. എന്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് എനിക്ക് കടന്നു വരണം? അവിടെ നമ്മുടെ ഒരു സേവന മനോഭാവം നമുക്ക് അതിനകത്ത് അവിടെ കാണിക്കാം. മനസ്സിലായോ? അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് അവിടെ പറയാം. പിന്നെ മറ്റൊന്ന്, നമ്മളെ ആരെങ്കിലും സ്വാധീനിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്റെ കുടുംബത്ത് അല്ലെങ്കിൽ എന്റെ അയൽപ്പക്കത്ത് ഒരു വ്യക്തിയുണ്ട്. ആ ഒരാള് ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പോ എന്താ പറയേണ്ടത്, ഗവൺമെന്റ് സർവീസില് അതിനെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം എനിക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് എനിക്ക് ഒരു ആഗ്രഹം തുടങ്ങിയത്, ഗവൺമെന്റ് ജോബിന് പോകണം എന്നുള്ളത്. കാരണം പൊതുജനത്തിനെ നമുക്ക് സേവിക്കാനായിട്ട് കഴിയുന്നതാണ് നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും തസ്തികകൾ. അതായത് ഡയറ്റീഷ്യൻ ആയിരുന്നാലും ശരി, ICDS ആയിരുന്നാലും, ICDS സൂപ്പർവൈസർ ആയാലും രണ്ടും അങ്ങനെയുള്ള പൊസിഷൻസ് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഒരിക്കലും സർക്കാർ ജോലിയുടെ ആനുകൂല്യങ്ങൾ നമുക്കറിയാം. ആ ആനുകൂല്യം കണ്ടിട്ടാണെങ്കിൽ പോലും അത് കണ്ടിട്ടല്ല നമ്മൾ ഈ ജോലിക്ക് വരുന്നത് എന്നുള്ള ആ ഒരു ഫീല് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ വിദ്യാഭ്യാസത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കാൻ? ഓക്കെ, അപ്പോ വേറൊന്നും കിട്ടാത്തത് കൊണ്ട് എനിക്കിത് കിട്ടിയെന്ന് പറയുമോ, അതോ എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഡയറ്റ് എന്ന് തന്നെ പറയണമെന്നില്ല, ഭക്ഷണവുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം, കാരണം അതിനെക്കുറിച്ച് വളരെ നല്ല ഒരു എന്താ പറയേണ്ടത്, അതിനോട് നല്ല ഒരു അഭിരുചിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു. ഇപ്പൊ കോളേജ് സെലക്ട് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കോളേജ് ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ, കാരണം നമുക്കിപ്പം യൂണിവേഴ്സിറ്റി ആണ് കോളേജ് അലോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളെ സെലക്ഷൻ അനുസരിച്ചാണല്ലോ യൂണിവേഴ്സിറ്റി കോളേജസ് അലോട്ട് ചെയ്യുന്നത്. അപ്പം അത് അവിടെ പറയാം. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു എന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. ഇനി നിങ്ങൾ പഠനകാലത്ത് പഠിച്ച, അതായത് നിങ്ങൾ ബുക്കിൽ നിന്ന ഒരു പാഠം അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയാമോ? എന്ത് പറയും നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു സബ്ജക്ട് പഠിപ്പിക്കുക എന്നുള്ളത് സെക്കൻഡറി ആണ്. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ഒരു സിറ്റിസൺ ആക്കി എടുക്കുക. അതായത് ഒരു എന്താ പറയേണ്ടത്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു പ്രധാന ഉദ്ദേശം. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ ഉണ്ടല്ലോ, ആ പോളിസിയിൽ പറയുന്നത് ഇതാണ്. അപ്പോ നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ ഇവിടെ ഇപ്പൊ കോളേജിൽ വെച്ച് പഠിച്ച് അല്ലെങ്കിൽ ബുക്കിൽ നിന്നല്ലാതെ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം എന്താണ്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചു. അപ്പൊ അങ്ങനെ മാത്രം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കരുത്. അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, നല്ല ബന്ധം പുലർത്തണം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. എന്നിട്ട് അതിനെ ചുറ്റി ഒരു ഇൻസിഡന്റും കൂടെ നമുക്ക് പറയാം. ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഒരുപാടധികം എല്ലാവരും അവഗണിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. എന്നാൽ ആ ഒരു വ്യക്തി ആരോടും സംസാരിക്കാനോ പറയാനോ ഒന്നും വരുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങോട്ട് പോയി ഒരു എന്താ പറയണ്ടേ, ഒരു അധികം സംസാരിക്കാനോ പറയാനോ ഒന്നും നിന്നിരുന്നില്ല. പക്ഷേ പരീക്ഷയുടെ അടുത്തപ്പോഴേക്കും എനിക്ക് ഒരു ടോപ്പിക്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇനിയിപ്പോ ടീച്ചേഴ്സിനെ ചെന്ന് കണ്ട് ചോദിക്കാനുള്ള ഒരു സമയവും ഇല്ല. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഏകദേശം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ആ ഒരു വ്യക്തി, ഞാൻ ഈ പറയുന്നത് ചോദിക്കുന്നത് കേട്ടിട്ട് ആ ഒരു വ്യക്തി മുൻകൈ എടുത്ത് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു.
അപ്പൊ ഞാൻ മനസ്സിലാക്കി ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു രീതിയിൽ പൂർണ്ണമായ ആൻസേഴ്സ്, അതിന്റെ പിന്നിലെ കഥയും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ആൻസേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയും ചോദിക്കാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരായിരുന്നു? എന്തുകൊണ്ട് അവര് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോ അവര് വളരെ നല്ലതായിരുന്നു, ആരെയും തല്ലത്തില്ലായിരുന്നു, വഴക്ക് പറയത്തില്ലായിരുന്നു. അത് അതിന് അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു വിഷയത്തില് എനിക്ക് ഇത്രയും അധികം താല്പര്യം ഉണ്ടാക്കി തന്ന ഒരു ടീച്ചറാണ് ഒരു ടീച്ചർ. അതുകൊണ്ട് എനിക്ക് ആ ടീച്ചറെ വലിയ ഇഷ്ടമാണ് സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത്. അങ്ങനെയും നമുക്ക് ഉത്തരങ്ങൾ പറയാം. പക്ഷെ എന്തായിരുന്നാലും നമ്മൾ എല്ലാത്തിനും ഒരു എന്താ പറയണ്ട ഒരു ഉത്തരം നേരത്തെ കൂട്ടി നമ്മളൊന്ന് ചിന്തിച്ച് ആലോചിച്ച് വെക്കുക. ചിലപ്പോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യവും ചിലപ്പോൾ അവർ ചോദിച്ചെന്ന് വരില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നോക്കൂ, ഒരു 15-20 മിനിറ്റിൽ നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അങ്ങ് തീരും. അല്ലെ? ഇനി നമ്മുടെ പ്രൊഫഷനെ ബേസ് ചെയ്ത്, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മളിപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു എന്താ പറയണ്ട ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരുന്ന ഒരാളാണെന്ന് പറഞ്ഞാല് അവിടെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ? അപ്പോ പെട്ടെന്ന് അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നമുക്ക് അവിടെ എന്തായിരുന്നു നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പോലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ ആ ഒരു ജോബില് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തായിരുന്നു? ഒരു 4-5 എണ്ണം നമ്മളൊന്ന് എഴുതി വെക്കണം. അതൊന്ന് എഴുതി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയേണ്ടത് അറിയാം. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിച്ച് എഴുതി വെക്കുന്നതാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. ഇനി നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, ഓക്കെ, നമ്മളൊരു ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ജോബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരൊരു പക്ഷെ ചോദിക്കാം നിങ്ങളുടെ ഇന്റേൺഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ കൃത്യനിഷ്ഠത പാലിക്കണം എന്നുള്ളത് പഠിച്ചു, അല്ലെങ്കിൽ സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി ഇന്റേൺഷിപ്പിലൂടെ. ഓക്കെ, അപ്പോ എങ്ങനെ ഞാൻ കൃത്യനിഷ്ഠതയെ കുറിച്ച് പഠിച്ചു, സമയത്തിന്റെ വിലയെ കുറിച്ച് ഞാൻ എങ്ങനെ പഠിച്ചു, അതും കൂടെ അവിടെ പറയണം. വെറുതെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, അതും കൂടെ പറയുമ്പോഴേ അവർക്ക് ശരിക്കും അതൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് തോന്നുന്നു. ആ സമയത്തിന്റെ ഞാൻ എന്താ പറയേണ്ടത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കൃത്യനിഷ്ഠത അങ്ങനെ പൊതുവെ ആരും പാലിക്കാറില്ല. രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 8:05, 8:10 ഒക്കെ ആകും അവിടെ ചെല്ലാൻ. ചിലപ്പോൾ പ്രൊഫസേഴ്സും അതേ കണക്ക് ലേറ്റ് ആയിട്ടൊക്കെ തന്നെയായിരിക്കും വരിക. പക്ഷേ ആ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ആണ് ഞാൻ മനസ്സിലാക്കിയത് 8 മണി എന്നുള്ള ആ ഒരു സമയം ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും തുടങ്ങിയിരിക്കും ജോലി എന്നുള്ളതാണ്. അപ്പോ ആ ഒരു കൃത്യ സമയത്ത് ഇപ്പം 10 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് എല്ലാവരും ഓരോ മിനിറ്റ് വെച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് നഷ്ടം വരുന്നത് 10x1 10 മിനിറ്റ് ആണ് നഷ്ടം വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 10 പേരായപ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിന്റെ 10 മിനിറ്റ് പോയി. അപ്പൊ അതിന്റെ ആ ഒരു വില ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നമുക്ക് പറയാം. ഇനി എന്താ പറയാ, ടൈം മാനേജ്മെന്റ് നടത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ എന്താണ് ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം എന്ന് ഞാൻ പഠിച്ചു. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ലിസ്റ്റ് അങ്ങ് എഴുതുന്ന സമയത്ത് അതങ്ങ് എഴുതി അങ്ങ് പൂർത്തീകരിക്കുക. അതിനകത്ത് ചിലപ്പോൾ 10-15 ഐറ്റംസ് കാണും. എന്നിട്ട് ഓരോന്നും വീണ്ടും നമ്മൾ നോക്കുക, ഇത് ഇന്ന് വേണ്ടാത്തത് വല്ലതും ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ, അതിനെയൊക്കെ വെട്ടിക്കളയാം. അപ്പൊ ഒരു 20 എണ്ണം നമ്മൾ എഴുതി, പിന്നെ അതിനകത്തൊരു 15 എണ്ണം ആയിരിക്കും വരുന്നത്. ഇനി ഈ 15 എണ്ണത്തിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. ആദ്യം ഏത് ചെയ്യണം, അത് പ്രാധാന്യം അനുസരിച്ച്, ഓരോന്നിന്റെ പ്രാധാന്യം അനുസരിച്ച് അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടൈം മാനേജ്മെന്റ് ഞാൻ പഠിച്ചു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതല്ലാതെ ഒരു പ്രത്യേകമായിട്ട് ഓരോന്നിനും ഓരോ ടൈം മാറ്റി വെച്ചിട്ടുള്ള ഒരു ജീവിതമല്ലായിരുന്നല്ലോ അത്. അപ്പൊ ജോലിയിൽ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയക്രമം നമ്മൾ പാലിക്കണം എന്നുള്ളത്. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ പഠിച്ചു. Okay. And how does your past experience relate to this job?
അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് അത് ഈ ഒരു ജോലിയിൽ എങ്ങനെ പ്രയോജനപ്പെടും? അത് പ്രത്യേകം നമ്മൾ ഒന്ന് എഴുതി വെക്കേണ്ട കാര്യമാണ്. അപ്പോ ICDS സൂപ്പർവൈസറിന്റെ ഹാൻഡ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹാൻഡ് ബുക്ക് ഒന്ന് എടുത്തിട്ട് അതിനകത്തൊന്ന് നോക്ക്, എന്തൊക്കെയാണ് ഒരു ICDS സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി പീപ്പിൾ മാനേജ്മെന്റ് അവിടെ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ജോബിൽ ആൾക്കാരെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം, ഇത് എനിക്ക് തരണം എന്നുള്ളത്. എന്ത് ബുക്ക് എന്തോ ജസ്ന ചോദിച്ചത് നോക്കട്ടെ ഞാൻ മെസ്സേജ്. ICDSന്റെ ബുക്ക് ഓക്കെ, അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, കിട്ടിയില്ല. ഓക്കെ, അതിനെ അതിന്റെ പേര് എന്താണ്, അതിന്റെ പേര് പറയുന്നത് ബയോഡേറ്റ പ്രിപ്പറേഷൻ, അത് ഡൗൺലോഡ് ചെയ്തു. കറക്റ്റ്, ഞാനത് വിട്ടിട്ടില്ലേ ഇന്നല്ല. ഓക്കെ, സോ യാ, അപ്പൊ നമ്മൾ ഇത് ഒന്ന് നോക്കുക. അതിനകത്ത് നോക്കിയിട്ട് അപ്പൊ അവിടെ ആവശ്യമായിട്ട് വരുന്ന സംഗതികളാണ് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഒരു ICDS സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നതിന് 30, 40, 50 കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്യേണ്ടി വരും. അത് മൊത്തം ഒന്നും പറയണ്ട, 2 3 മാത്രം പറഞ്ഞാൽ മതി. പ്രധാനപ്പെട്ട 2 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചോദ്യത്തിന് ഉചിതമായ ഒരു ഉത്തരം നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്, അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ടത്, ഇത് നമ്മുടെ ബയോഡേറ്റ ഫോമിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ്. ബയോഡേറ്റ ഫോമിൽ എന്താണ് നമ്മുടെ ഹോബി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. അപ്പൊ പലപ്പോഴും ആൾക്കാര് എന്താ പറയേണ്ടത്, റീഡിങ് പറയും, ഗാർഡനിങ് പറയും, പബ്ലിക് സ്പീക്കിംഗ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഹോബി ആയിട്ട് ആൾക്കാർ പറഞ്ഞു പോകാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ആൾക്കാര് ആ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ചോദിക്കും എന്തുവാണ് ഹോബി. അപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്താണ് പറയേണ്ടത് ഹോബി? അപ്പൊ ഓരോരുത്തര് സ്റ്റാമ്പ് കളക്ഷൻ, അന്ന് അതൊരു വലിയ ഹോബി ആയിരുന്നു കുട്ടികളുടെ ഇടയിൽ. സ്റ്റാമ്പ് കളക്ഷൻ അവര് സത്യത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യും. വലിയ വലിയ കവറിനകത്താക്കിയിട്ട് പല രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ഒക്കെ കൊണ്ടുവരുന്നത്. നമുക്കിവിടെ ആ സ്റ്റാമ്പിനൊന്നും ആക്സസ് ഇല്ല. ഓക്കെ, അതൊന്ന്. പിന്നെ ആൾക്കാര് റീഡിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് അന്നൊന്നും ഗാർഡനിങ്ങിനൊന്നും ഇത്ര വലിയൊരു പ്രാധാന്യമൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക്. 1991 ഞാൻ എന്റെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കി. അപ്പൊ അതിന് മുന്നേ ഉള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഈ പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്താണ് ഈ ഹോബി എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ശരി, എനിക്കൊരു ഹോബി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം കാരണം വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എന്റെ ഹോബി എന്നുള്ളത്. അപ്പോ നമ്മൾ ഹോബി എന്താണെന്ന് പറയുമ്പോ നമുക്ക് സത്യത്തിലുള്ള ഒരു ഹോബി ആയിരിക്കണം നമ്മൾ പറയുന്നത്. ഹോബി ഇല്ല എന്ന് നമ്മൾ പറയുന്നതും മോശമാണ്. ഇനി റീഡിങ് ചാടിക്കേറി നമ്മൾ പറഞ്ഞാൽ അവർ ചോദിക്കും നമ്മളോട്, നിങ്ങൾ അവസാനമായിട്ട് വായിച്ച ബുക്ക് ഏതാണ്, ആ ബുക്ക് ആരെഴുതിയതാണ്, ആ ബുക്കിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു. അതേപോലെ ഗാർഡനിങ്ങിനെ കുറിച്ച് ചോദിച്ചാല് എന്തെങ്കിലും ഗാർഡനിങ് ആണെന്ന് പറഞ്ഞ ഗാർഡനിങ്ങിനെ ബന്ധപ്പെട്ട അവർ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എപ്പോഴാണ് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്, എത്ര സമയം നിങ്ങൾ ചെലവഴിക്കും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ഹോബി പറഞ്ഞിരുന്നാലും നമുക്ക് അറിവുള്ള ഒരു ഹോബിയെ കുറിച്ച് മാത്രം നമ്മൾ പറയാം. പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് ഒരു ഹോബിയാണ്, കുക്കിംഗ് ഒരു ഹോബിയാണ്, റീഡിങ് ഒരു ഹോബിയാണ്, യാത്ര ഒരു ഹോബിയാണ്, വാഹനം ഓടിക്കുന്നത് ഒരു ഹോബിയാണ്, പിന്നെ എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്നത് ഒരു ഹോബിയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഹോബീസ് തന്നെയാണ്. അപ്പൊ അതിൽ ഏത് പറഞ്ഞിരുന്നാലും അതിനെ ബേസ് ചെയ്തൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കത്തക്ക രീതിയിലുള്ള ഹോബി മാത്രമേ നമ്മൾ
പറയാവുള്ളെന്ന് ഞാൻ നേരത്തെ കൂട്ടി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരാം. ചാടിക്കേറി സത്യത്തിൽ വായിക്കാത്തവര് ചാടിക്കേറി റീഡിംഗ് എന്ന് പറഞ്ഞു കളയരുത്. വായിക്കുന്നവരാണെങ്കിൽ റീഡിംഗ് പറഞ്ഞോളൂ. കാരണം നിങ്ങൾക്ക് അവസാനമായിട്ട് വായിച്ച ബുക്ക് ഏതാണെന്ന് അറിയാം, അത് ആരെഴുതിയതാണെന്ന് അറിയാം, അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളതും അറിയാം. അതർവൈസ് ഡോണ്ട് ഡു ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി സോഷ്യൽ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ ലൊക്കാലിറ്റിയില് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, നമുക്കറിയാമല്ലോ, വോളണ്ടിയർ വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് അല്ല, അല്ലെ? സോഷ്യൽ വർക്ക് ഇസ് ഡിഫറെന്റ്, വോളണ്ടിയർ വർക്ക് ഇസ് ഡിഫറെന്റ്. പക്ഷേ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ തന്നെ വേണം അത് പറയാനേ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്കർ ചെയ്യുന്ന ഒരു വർക്കാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ വർക്കർ ആകുന്ന എങ്ങനെയാണ്? അതിനു വേണ്ടി പഠിച്ച് ട്രെയിനിങ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ വർക്കർ ആകുന്നത്. ഒരു വോളണ്ടിയർ എന്ന് പറയുന്ന ആർക്കും ആകാം. വോളണ്ടിയർ പിന്നെ ആകുന്ന വ്യക്തിക്ക് ഈ സോഷ്യൽ വർക്ക് എടുത്ത് കോളേജിൽ പോയി പഠിക്കണമെന്നില്ല, പരീക്ഷ പാസ്സാവണമെന്നില്ല. അത് ജസ്റ്റ് ഒരു വോളണ്ടിയർ വർക്കാണ്. അപ്പൊ നമ്മള് വേണമെങ്കിൽ പറയാം, സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്റെ ലൊക്കാലിറ്റിയിൽ ഒന്നും ഇതുവരെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വോളണ്ടിയർ ആയി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മീൻസ് ഏതെങ്കിലും ക്ലബിന് വേണ്ടിയിട്ടോ, അമ്പലത്തിന് വേണ്ടിയിട്ടോ, സ്കൂളിന് വേണ്ടിയോ, അംഗൻവാടിക്ക് വേണ്ടിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വോളണ്ടിയർ ആയിട്ട് ഞാൻ കുറച്ചു നാൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. സോ അത് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയാണ് വോളണ്ടിയർ വർക്കും സോഷ്യൽ വർക്കും ഉള്ള ഡിഫറൻസ് എനിക്ക് അറിയാം എന്നുള്ള ആ ഒരു നോളജും കൂടെ നമ്മൾ അവരെ അവിടെ കാണിക്കുകയാണ്, അല്ലെ? ആ രീതിയിൽ ഉത്തരങ്ങൾ കൊണ്ടുവരിക. ഇനി കറന്റ് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ ഇവിടെ നമ്മൾ നോക്കുന്ന എല്ലാം എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നതാണ്. അപ്പൊ കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകം വാർത്തകളിൽ ഉണ്ടായിരുന്നോ? അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. നോക്ക്, ഇന്റർവ്യൂ എന്ന് പറയുന്നതിന് നമ്മുടെ റിട്ടൺ എക്സാമിന് ചോദ്യങ്ങൾ വളരെ നേരത്തെ തീരുമാനിക്കും. നേരത്തെ തീരുമാനിച്ചിട്ട് അവര് പ്രിന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ റെഡി ആക്കി വെച്ചേക്കുക. അപ്പൊ ഇന്നലെ നടന്ന സംഭവം ഒന്നും കറന്റ് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിട്ടൺ എക്സാമിന് വരില്ല. പക്ഷേ ഇന്റർവ്യൂവിന് ഇന്ന് രാവിലെ നടന്ന സംഭവം വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. മനസ്സിലായോ? ഇന്റർവ്യൂവിന്, കാരണം അത് തൽക്ഷണം നടക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണ്, അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. ഇനി മുതൽ അങ്ങോട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിക്കോ. അതേപോലെ മറ്റൊരു കാര്യം പ്രത്യേകം നോക്കുക, നിങ്ങൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റില് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയേണ്ടത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കറന്റ് അഫയേഴ്സ്, അതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ICDS സ്കീമിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഹെൽത്ത് കെയറിൽ എന്തെങ്കിലും എന്താ പറയേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു സെക്ടറിൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുക. ദാറ്റ് ഇസ് ഓൾ റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം, ഒരു എന്താ പറയേണ്ടത്, ഒരു 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 ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ, ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ നാട്ടില് ഒരു ലോക്കൽ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്തേനെ? ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ടല്ലേ നമ്മുടെ എല്ലാവരുടെയും നാടുകളിൽ. നമുക്ക് റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്കൂളുകളിൽ ആവശ്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള ഒരു പ്രശ്നം, അപ്പൊ ഇവിടെ ചോദിക്കുന്ന എന്തിനാണെന്നറിയാമോ ഈ ചോദ്യം? നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു അഭിരുചി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ എന്ത് പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞിരുന്നാലും ശരി, ഇന്ന പ്രശ്നം അല്ലെങ്കിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രശ്നം എനിക്ക് പരിഹരിക്കണമെന്നുണ്ട്. കാരണം ഓൾറെഡി ഞങ്ങളുടെ നാട്ടില് റോഡിനൊക്കെ വളരെ വീതി കുറവാണ്.
എന്നാൽ ഒരുപാടധികം കുണ്ടും കുഴിയുണ്ട്. അപ്പൊ വീതിയും കുറവ് കുണ്ടും കുഴിയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയാണ്. കാൽനടക്കാർക്ക് നടക്കാനുള്ള വഴി പോലും പലപ്പോഴും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ എന്താ പറയേണ്ടത്, അതൊന്ന് സേഫ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽനട നിർമ്മിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നടന്നു പോകുന്നവരുടെ പ്രശ്നം പരിഹരിക്കാമല്ലോ. അങ്ങനെ സിമ്പിൾ സാമ്പിൾ ആൻസേഴ്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. യു ഡോണ്ട് ഹാവ് ടു ഒത്തിരി ഡീപ്പായിട്ട് പോയി ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണ്ട. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്ന സമയത്തേ നമ്മൾ തീരുമാനിക്കണം എന്ത് ഞാൻ പറയണം. കാരണം ഞാൻ എന്ത് പറഞ്ഞിരുന്നാലും അതിനെ ചൊല്ലിയ ഒരു ചോദ്യം അവരിങ്ങോട്ട് ചോദിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥലപ്പേര് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റൂ, നമ്മുടെ ഹോബീസ് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റൂ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയും, നമ്മുടെ കരിയർ ചോയ്സ് അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം വരാം. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു കരിയറിലേക്ക് ഞാൻ വന്നു, എന്തുകൊണ്ട് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ പഠിക്കാനായിട്ട് പോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തോളുക, ഇത് മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബിഹേവിയറും ബോഡി ലാംഗ്വേജിന്റെയും കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. ഇപ്പം കോൺഫിഡൻസോടുകൂടി നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഫീല് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിച്ചിരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമേമായിരിക്കാം, പക്ഷെ നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നവർക്ക് തോന്നാം. അപ്പൊ അതിന് എന്താ പറയണ്ട, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ മേശപ്പുറത്ത് തന്നെ വെക്കുക, കൈ ഒളിപ്പിച്ച് വെക്കാതിരിക്കുക, കൈ ഇങ്ങനെ 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 ഇട്ട് തടവിക്കൊണ്ടിരിക്കാതെ ഇരിക്കുക, ഈ ഷോളിന്റെ ഒരു അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കുലുക്കി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. സമാധാനമായിട്ട് നമ്മൾ ഇരുന്ന് ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിച്ചു കേട്ട് അവരുടെ മുഖത്തോട്ട് തന്നെ നോക്കി അതിനുള്ള മറുപടികൾ കൊടുത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചർച്ചയായിട്ട് നമ്മൾ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമുക്ക് പറയാനുള്ള പോയിന്റുകളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുക. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് എന്താ പറയണ്ടത്, 99% സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചോദ്യം ഒരു ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പലതവണ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി ഹോബീസിനെ കുറിച്ച് നമുക്ക് പറയാം, സെൽഫ് ഇൻട്രൊഡക്ഷന്റെ സമയത്ത് തന്നെ പറയാം. മാത്രമല്ല നമ്മുടെ ബയോഡേറ്റ ഫോമിൽ എന്തായാലും ഹോബീസ് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അപ്പോ ഹോബീസ് ശരിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ആ ഒരു വ്യക്തിയുടെ സവിശേഷതകളും കാണിക്കുന്ന ഒന്നാണ് ഹോബീസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നേരെ തന്നെ ഇരിക്കുക, കസേരയിൽ ചാരി റിലാക്സ്ഡ് ആവരുത്, നേരെ ഇരിക്കുക. ആൻഡ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? അവരെ തുറിച്ചു നോക്കുന്നതല്ല ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അവരെ നോക്കുമ്പോ അവരുടെ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തിന് മുകളിലോട്ട് നോക്കുക, ഇങ്ങനെ അങ്ങ് നോക്കിയല്ല, ഈ ഒരു ഭാഗത്ത് ഏകദേശം ഈ ഭാഗത്ത് നോക്കുക. അതാണ് ഐ കോണ്ടാക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കാരണം ഒരു വ്യക്തി നമ്മളെ നോക്കുമ്പോ ആ വ്യക്തി നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് നോക്കുന്നതെന്ന് ആ വ്യക്തിയുടെ കണ്ണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അല്ലെ? അതേപോലെ അവർക്കും മനസ്സിലാകും. അപ്പൊ മെയിൻറ്റെയിനിങ് ഈ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഇവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈ ഇങ്ങനെ മടക്കി വെക്കരുത്, നൂത്ത് തന്നെ വെച്ചേക്കുക. മടക്കി വെക്കരുത്. മടക്കി വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓപ്പൺ പേഴ്സണാലിറ്റി അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. ഈ ഫിസ്റ്റ് ഇങ്ങനെ വെച്ചാല് എന്റെ ഈ നക്കിൾസ് ബ്രേക്ക് ചെയ്ത് ഞെട്ടൊടിക്കുന്നത് അത് അങ്ങനെ ചെയ്യരുത്. വെറുതെ കൈ വിരലുകൾ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ ആ ഒരു നെർവസ്നെസിന്റെ സൈൻസ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് നമ്മൾ വിളിച്ച് വിളിച്ച് നമ്മുടെ ആക്ഷൻസിലൂടെ പറയുന്നതാണ്. സി കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് വാക്കുകൾ വരും, നമ്മുടെ ബോഡിലി എക്സ്പ്രഷൻസ് വരും, നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ വരും, നമ്മുടെ ടോൺ ഓഫ് വോയിസ് വരും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കും നമ്മുടെ ശരീര ആംഗ്യങ്ങൾ കൊണ്ട്, നമ്മുടെ ജെസ്റ്റേഴ്സിലൂടെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ളതാണ്. അത് എപ്പോഴും മനസ്സിൽ വെച്ചോളുക. സോ നമ്മുടെ ജെസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്.
ഇനി ഒരു സ്മൈൽ, എപ്പോഴും ഒരു സ്മൈൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. ഇനി ഓവർ കോൺഫിഡൻസ് നമ്മൾ ഇവിടെ കാണിക്കരുത്. നമ്മൾ പലപ്പോഴും ഓവറായിട്ട് കോൺഫിഡൻസ് നമുക്കുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു കാരണവശാലും ഇന്റർവ്യൂവർ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉത്തരം പറഞ്ഞു തുടങ്ങാവുള്ളൂ. അതിന്റെ ഇടയിൽ ചാടി കയറി നമ്മൾ പറയരുത്. കാരണം ചിലപ്പോൾ അവരുടെ ചോദ്യം ഇച്ചിരി വലുതായിരിക്കും. അതിന്റെ പകുതി നമ്മൾ കേൾക്കുമ്പോൾ തോന്നും അതിന്റെ ഉത്തരം നമുക്ക് ഓൾറെഡി കിട്ടി, നമ്മൾ പറയാൻ പോകുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ആ പറയാൻ ഉദ്ദേശിച്ച കാര്യമേ ആയിരിക്കില്ല നമ്മൾ അവിടെ പറയേണ്ടി വരിക. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് കേൾക്കുക. ഇനി നമ്മളൊരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ താണ്ടെ നമ്മുടെ ഈ വിരലിന്റെ തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കും. അത് ഷേക്ക് ഹാൻഡ് അല്ലേ. അത് ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗവും ഈ ഭാഗവും ഇറ്റ് ഹാസ് ടു ലോക്ക്. ഇതിങ്ങനെ വരണം. ഇങ്ങനെ വന്ന് കൈ കയറി ഇങ്ങനെ പിടിക്കുന്നതാണ് ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. അത് ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് എങ്കിലും അത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൈ എടുക്കുന്നത് ഒരു ഇൻസൾട്ട് പോലെ ആയിപ്പോ. അങ്ങനെ ചെയ്ത് കളയരുത്. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്ന ഒരു 3 സെക്കൻഡ് എങ്കിലും മിനിമം വേണം. അതിനെ ഇങ്ങനെ നമ്മളൊന്ന് കൈ ഒന്ന് പിടിച്ച് 2 തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൈ റിലീസ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മള് ഒരു ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ പിടിച്ചങ്ങ് വെച്ചേക്കും. പിന്നെ നമ്മുടെ കൈ വിടത്തില്ല അവര്. പിന്നെ ചിലപ്പം അന്നത്തെ ദിവസം വൈകുന്നേരമായിരിക്കും നമ്മുടെ കൈ വിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ നമ്മുടെ കൈ ഊരി എടുക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. അവർക്ക് അത് ഫീൽ ചെയ്യാതെ നമ്മൾ നമ്മുടെ കൈ ഇങ്ങെടുക്കാം. കസേരയിൽ ഇരിക്കുമ്പം മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കരുത്, ബാക്കിലോട്ടും ചാഞ്ഞു പോകരുത്. കസേരയുടെ ഒരു 1/4 ഭാഗം വരെ മാത്രം നമ്മൾ കയറി ഇരുന്നാൽ മതി. 100% കസേരയുടെ ഉള്ളിലേക്ക് കയറണ്ട. ഒരു 1/4 ഭാഗം കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇരിക്കാനായിട്ട് പറ്റും. ആകെ ആ ഒരു 15-20 മിനിറ്റ് അല്ലേ ഉള്ളൂ. നേരെ അങ്ങിരിക്കാം. കസേരയുടെ എഡ്ജിലും വന്നിരിക്കരുത്. ബിയിലുള്ള കസേരയാണെങ്കിൽ എഡ്ജിലിരുന്നാൽ തെന്നിപ്പോകും. അതൊരു കാര്യം. പിന്നെ എഡ്ജിലിരിക്കുന്ന എപ്പോഴാ? നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ചെന്നു. അപ്പോ അവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇരിക്കില്ല, ഇരുന്നിട്ട് പോയാൽ മതി, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ അവരുടെ നിർബന്ധിച്ചതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ കസേരയിൽ കയറി ഇരിക്കത്തില്ല. നമ്മൾ കസേരയുടെ ടിപ്പിലായിരിക്കും വന്നിരിക്കുന്നത്. അവരത് ശ്രദ്ധിക്കത്തില്ല, ശ്രദ്ധിച്ചാലും ഒന്നും പറയത്തില്ല. കാരണം നമ്മൾ ആരുടെ വീട്ടിൽ പോയതാ. ആ കസേരയുടെ ടിപ്പിൽ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എണീച്ച് ഓടുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് അവർക്ക് കൊടുക്കണ്ട. ഇനി ഐ കോണ്ടാക്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് നമ്മൾ അവിടെ അവരെ ഇംപ്രസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, അവരെ ദേഷ്യപ്പെടുത്താനല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യരുത്. അതായത് ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പെരുമാറിയാൽ നമുക്ക് ദേഷ്യം വരുമെങ്കിൽ അവർക്കും ദേഷ്യം വരും. ആ ഒരു കാര്യം മാത്രം നമ്മൾ അവിടെ ചിന്തിച്ചിരുന്നാൽ മതി. ആ ഒരു 15 അല്ലെങ്കിൽ പരമാവധി ഒരു 20 മിനിറ്റ്, ആ ഒരു 20 മിനിറ്റിലേക്ക് നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറണം. ആൻഡ് നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ അതിനകത്ത് പെർഫോം ചെയ്യണം എന്നുള്ളത്. ഓക്കെ. സോ പറഞ്ഞോ ജംഷില. ഹലോ. പറഞ്ഞോ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. പഠിച്ച സമയത്ത് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചുകൂടെ ആക്ടി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഒരു ടെക്നിക്കിലുള്ളതാണ്. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സോളർ എന്നുള്ളത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതായത് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റർവ്യൂസിലായാലും കൗൺസിലിംഗിലായാലും ഈ സോളർ എന്നുള്ളതിന്റെ ഫുൾ ഫോം എങ്ങനെയാന്ന് വെച്ചാൽ സ്ക്വയറിൽ, അതായത് നമ്മൾ നമ്മുടെ ക്ലയന്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂലായാലും നമ്മൾ സ്ക്വയർ ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കിട്ടും. അതെങ്ങനെയാലും ഇപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂന്ന്. ഓ എന്ന് പറയുന്നത് ഓപ്പൺ പോസ്റ്റർ. അത് സാർ പറഞ്ഞ പോലെ നമ്മൾ കാല് കയറ്റി നമ്മൾ കുറച്ചും റിലാക്സ് ആയിട്ട് സൈഡിലോട്ട് കയറി നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ട്, അതുപോലെ എല്ലാം പോവാം. നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഒരുപാട് ബന്ധമില്ല, പക്ഷെ കുറച്ച് നമ്മൾ അവരിൽ ഇൻട്രസ്റ്റഡ് ആണ് കാണിക്കുന്ന രീതിയിൽ അവർ പറയുന്നതിനോട് നമുക്ക് കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആണ് കാണിക്കുന്ന രീതിയിൽ കുറച്ച് നമ്മൾ മുന്നോട്ടൊന്ന് ക്ലീൻ ചെയ്തിരിക്കും. ഒന്നങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ വല്ലാണ്ട് നമ്മൾ ബാക്കിലോട്ട് റെസിസ്റ്റ് ചെയ്ത് പോവാതെ. പിന്നെ ഇ എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട്, ആർ എന്ന് പറയുന്നത് റിലാക്സ് പൊസിഷൻ.
നമ്മള് അല്ലാതെ റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അതിനാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആൾക്കും നമ്മളിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവും, കുറച്ചും കൂടെ അവർക്ക് ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു എക്രോണുമാണ് ജംഷീല പറഞ്ഞത് അല്ലേ? ഈ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഷോർട്ട് ഫോം ആണ് പറഞ്ഞത് അല്ലേ? അത് ഷോർട്ട് ഫോം ആണ്. നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ജെറാർഡ് ഡിജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. Okay. Good. Excellent. So that is something new what you have given us. Okay. നമുക്ക് എവിടേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില സമയത്ത് അത് ശരിയായോ ഇത് ശരിയായോ നമ്മൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യം. ഇതെല്ലാം ഉണ്ടോന്ന് ജസ്റ്റ് ആ റെക്കോർഡിംഗ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. Yes. Right. Okay. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ സൺഡേ ആണ്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് മൺഡേയിലാണ് ഉള്ളത്. അപ്പം മൺഡേ നമ്മൾ നോക്കുന്നത് ഈ അതായത് ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മൺഡേ നോക്കുന്നത്. ഇപ്പൊ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും നമുക്കൊരു പ്രത്യേക രീതി ഉപയോഗിച്ച് വേണം അതിന്റെ ഓരോന്നിന്റെയും ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട്. അപ്പൊ മൺഡേ അത് നമുക്ക് ചെയ്യാം. ആൻഡ് ട്യൂസ്ഡേയില് നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ട്യൂസ്ഡേയിൽ നോക്കാം. ICDS പേടിക്കേണ്ട. സബ്ജക്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ പരീക്ഷ എഴുതുന്ന മൊത്തം 4 സബ്ജക്റ്റുകാരാണല്ലോ. അപ്പോൾ ആ ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. അങ്ങനെ ആ ഒരു പേടി അവിടെ വേണ്ട. അത് എന്താ പറയേണ്ടത്, മിക്കവാറും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു വ്യക്തി അവിടെ വരും. നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് അവര് എന്താ പറയേണ്ടത്, ഫ്രോയിഡിന്റെ തിയറി പറയാനൊന്നും അവർ പറയത്തില്ല. അങ്ങനെയൊന്നും ആയിരിക്കില്ല അത് വരുന്നത്. ശരിക്കും അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കും. അത് നമുക്ക് ട്യൂസ്ഡേ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം എന്താ പറയേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഒരു ടൈം പറയണം. ഞാനതിനൊരു ഫോം നിങ്ങൾക്ക് തരാം. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് ടൈം പറയുക. അതനുസരിച്ച് നമുക്ക് മോക്ക് ഇന്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യാം. അപ്പൊ മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെഷൻസ് ആണ്. കഴിഞ്ഞ ബാച്ചുകാരുടെയും മോക്ക് ഇന്റർവ്യൂസ് നടന്നിട്ടില്ല. അവരുടെ മോക്ക് ഇന്റർവ്യൂസ് ഞാൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച മുതൽ അത് സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ പാട് നിങ്ങളുടെ മോക്ക് ഇന്റർവ്യൂസും അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. കാരണം അടുത്ത മാസത്തിലല്ലേ, ഈ മാസം അല്ലല്ലോ, അടുത്ത മാസം, ഇനി കറക്റ്റ് ഒരു മാസം അല്ലെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഏകദേശം ഒരു മാസം ഇന്റർവ്യൂ. ICDS വന്നിട്ടുണ്ട്. ഡയറ്റീഷ്യന്റെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നോ? ഇല്ല, ഡയറ്റീഷ്യൻസിന്റെ വന്നിട്ടില്ല. അപ്പൊ ICDS അതിന്റെ ഡേറ്റ് വന്നത് അടുത്ത മാസം 3 ദിവസമായിട്ട് കണ്ടാന്ന് തോന്നുന്നു. 22, 23, 24 അങ്ങനെ മറ്റോ ആണ് ആ ഇന്റർവ്യൂവിന്റെ ഡേറ്റ്. 24, 25, 26. ഓക്കെ. നമുക്ക് മെയിൻ ലിസ്റ്റിലുള്ളവരും സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവരും മിക്സ് ആയിട്ടാണ് വിളിക്കുക. മെയിൻ ലിസ്റ്റിലുള്ളവരെ ആദ്യം വിളിച്ചിട്ട് സപ്ലിമെന്ററി ലിസ്റ്റ് അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. അവര് ആ ഒരു 3 ദിവസം ചോദിച്ചപ്പോ അങ്ങനെയാണെന്നാണോ പറഞ്ഞത്? അല്ല, പലരും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. PSC വിളിച്ചിട്ടില്ല. മുമ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകളെ ഇവിടെ ഈ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് വേറൊരു ക്രമമൊന്നും അവർ നോക്കുന്നില്ല. കാരണം ഈ ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടക്ട് ചെയ്തിട്ടേ അവർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പോലും അവർക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതുവരെ റാങ്ക് ലിസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ. ഇപ്പം എന്താ പറയേണ്ടത്, ഷോർട്ട് ലിസ്റ്റ് അല്ലേ ആക്കിയിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റ് ആക്കണമെങ്കിൽ ഇന്റർവ്യൂ കൂടെ കഴിയണം. അപ്പൊ എല്ലാവരുടെയും ഇന്റർവ്യൂ അവിടെ ഉണ്ടാകും എന്നുള്ളതാ. പക്ഷെ ആ ഒരു റിട്ടൺ എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവര് സപ്ലിമെന്ററി ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, മെയിൻ ലിസ്റ്റുകാരുടെ ഒരു ലോജിക്ക് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിലുള്ളവരുടെ, പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന 3 ദിവസത്തിൽ തീരണം അത് മൊത്തം. എല്ലാവരുടെയും ഇന്റർവ്യൂസ് ആ ഒരു 3 ദിവസം കൊണ്ട്, നമ്മൾ ഏത് ലിസ്റ്റിലായിരുന്നാലും ശരി തന്നെ ആ ഒരു 3 ദിവസം കൊണ്ട് ആ ഇന്റർവ്യൂസ് തീരും. 172 പേരെങ്ങാണ്ടോ അത് കഴിഞ്ഞായിരിക്കും എന്നുള്ളത് എന്തോ അതിൽ കിടക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ എടുത്ത് നോക്കിയോ? നോക്കിയിരുന്നു.
അതിനകത്ത് സപ്ലിമെന്ററിക്കാരുടെ പേര് വന്നിട്ടില്ല അല്ലേ? ഇല്ലല്ല, ഈ 24, 25, 26 ഈ 3 ഡേറ്റിലാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഒരു ദിവസം രാവിലെയും ഉച്ചക്കും ആയിട്ട് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന കണ്ടു. ഒരു ദിവസം 45 പേരോ 20 പേരോ എന്തോ കണ്ടു. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കി 172 വരെ ഉണ്ടാവുമ്പോൾ വേറെ ഷെഡ്യൂൾ 3 ദിവസത്തിലല്ലാണ്ട് എക്സ്ട്രാ ബാക്കി വരും. വേറെ ഷെഡ്യൂൾ വരും. കണ്ടത്. അതെ. നമ്മൾ 300 സംതിങ് എത്ര ആൾക്കാരുണ്ടല്ലോ ടോട്ടൽ നമ്മുടെ ലിസ്റ്റില്. അപ്പൊ വേറെ ഷെഡ്യൂൾ എന്തായാലും അവരിടും. ഷെഡ്യൂൾ മാത്രമല്ല, നമുക്ക് നോട്ടിഫിക്കേഷനും വരും. തുളസിയിൽ നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഇൻഡിവിജ്വൽ ആയിട്ട്. അതും കൂടെ നമ്മൾ നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തു നിൽക്കണ്ട. PSCയുടെ വെബ്സൈറ്റിൽ തന്നെ അതങ്ങ് ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി. കാരണം അത് കഴിഞ്ഞിട്ട് സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ആ മെയിൻ ലിസ്റ്റിൽ വരുന്ന ആരെങ്കിലും ജോലി എടുക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് അടുത്ത ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരിക. ആ ഒരു സാഹചര്യത്തില് ആ ഒരു വേക്കൻസി ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ആയിരിക്കും ഒരു പക്ഷെ പിന്നീട് അവർ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് അവിടെ ആലോചിക്കുന്നത്. അങ്ങനെയും വരാം. എന്തായാലും ഞാനതൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കട്ടെ. ബട്ട് ഇപ്പം ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ വരുന്നത്. ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഐ വിൽ സീ യു ഗൈസ് ഓൺ മൺഡേ. അപ്പൊ ഇന്ന് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന്റെ നോട്ട്സ് ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. അവിടെ നിന്ന് അതെടുത്ത് നോക്കിക്കോളൂ. അതോടൊപ്പം ഞാൻ ആ ഹാൻഡ് ബുക്കും കൂടി ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. Okay then, അങ്ങനെയാണെങ്കിൽ I will see you again on Monday. So happy weekend and yeah, have a good night.